Suddenly a sound like the blowing of a violent wind came from heaven and filled the whole house where they were sitting. They saw what seemed to be tongues of fire that separated and came to rest on each of them. All of them were filled with the Holy Spirit. 1 Corinthians chapter 11, verses 23 to 29. May Lord Jesus bless you. For I received from the Lord what I also passed on to you. The Lord Jesus, on the night he was betrayed, took bread, and when he had given thanks, he broke it and said, "This is my body, which is for you. Do this in remembrance of me." In the same way, after supper, he took the cup, saying, "This cup is the new covenant in my blood. Do this whenever you drink it in remembrance of me. For whenever you eat this bread and drink this cup, you proclaim the Lord's death until he comes. So then, whoever eats the bread or drinks the cup of the Lord in an unworthy manner will be guilty of sinning against the body and blood of the Lord. Everyone ought to examine themselves before they eat of the bread and drink from the cup. For those who eat and drink without discerning the body of Christ, eat and drink judgment on themselves. This is the word of the Lord. അതുകൊണ്ട് സ്നേഹമുള്ള എല്ലാം ടോമി ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി മക്കൾ പോവുകയാണ്. ആത്മാർത്ഥമായ ഈ നിമിഷം പ്രാർത്ഥിക്കണം. ലാംഗ്വേജിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. അതുകൊണ്ട് അച്ഛൻ നീട്ടി പറയുന്നില്ല. നിങ്ങൾ ഈ നിമിഷം ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഈശോയെ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുക. സ്നേഹമുള്ളവരെ, ഈ ആദ്യം എന്തിനാണ് ആദികുർബാന സ്വീകരണത്തിന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാം. ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ ആദിമ സഭയിലെ ഈ ആദികുർബാന സ്വീകരണം എന്ന് പറഞ്ഞത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒരു 2-3 ദിവസത്തെ ഒരു ക്ലാസ്സിന് ശേഷം നടത്തുന്നൊന്നുമല്ല. ഒരു വർഷമാകാറാകുമ്പോൾ നമ്മുടെ വലിയ ആഴ്ചയിലേക്ക് ഇവർ പ്രവേശിക്കുമ്പോഴാണ് ഇവർക്ക് മാമോദിസ നൽകുന്നത്. നിന്നെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ നിന്നെ അനുഭവിക്കുവാനുള്ള അനുഗ്രഹം നമ്മൾക്ക് നൽകണമേ. നീ ആദ്യമായി ഹൃദയങ്ങളിലേക്ക് വരുമ്പോൾ ഈശോയെ നിന്റെ സ്നേഹത്തെ തിരിച്ചറിയുവാൻ, നിന്റെ സ്നേഹത്തെ വഴിയത്തിന് മരണം വരെ നിലനിൽക്കുവാൻ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. ഇവരുടെ മാതാപിതാക്കന്മാരെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന് കൊടുക്കപ്പെട്ട വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
Potong video ada. ദൈവത്തോട് അടുത്തു നിൽക്കുന്ന ഒരു സ്വർഗീയ നിമിഷം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വിശുദ്ധ നിമിഷത്തിൽ നമ്മോടൊപ്പം ഉള്ളത് വെറും കൈയോടെയല്ല സ്വീകരിച്ചത്, ഒപ്പം പരിശുദ്ധാത്മാവിനെ കൂടിയിട്ട് കൂട്ടുപിടിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ഈശോയുടെ ശരീരവും രക്തവും ഇന്ന് ഉള്ളിലും ഹൃദയത്തിലും എല്ലാം മോളെ ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നത്. പക്ഷെ ഇവർക്ക് അറിയില്ല എന്തായിരിക്കും നിനക്ക് പറയാനുള്ളത്. അപ്പൊ ഈശോനെ സ്വീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്താ മനസ്സ്? എൻ്റെ കൂടെ എല്ലാവരും എൻ്റെ കൂടെ സ്വീകരിക്കാനുണ്ടായിരുന്നു. പണ്ട് മുതലേ നമ്മളിങ്ങനെ പറയില്ലേ, കാണുമ്പോൾ എനിക്ക് കൊതിയാവാൻ. ഇപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു എല്ലമോൾക്ക് ഈശോയെ കുറിച്ചിട്ടുള്ള അറിവ് കൊടുത്തത് നിങ്ങളുടെ പാരൻസ് ആണ്. അപ്പൊ ഒരു പക്ഷേ ഈ മാതാപിതാക്കൾക്ക് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. സോ നമുക്ക് ഈ ഒഫീഷ്യൽ ചടങ്ങുകളിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈശോയെ സ്വീകരിച്ച എല്ലമോള് നിങ്ങളെല്ലാവരും ഉപയോഗിച്ചിട്ട് കുരിശ് വരയ്ക്കാൻ പോവാം. അപ്പോൾ കുരിശം അവളുടെ തലയിൽ കൈവച്ച് ആശീർവദിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ സ്വീകരിച്ച ഈ കുഞ്ഞു പൈതല് ഇനി അവിടുന്ന് ഈശോയെ അനുഗമിക്കാൻ പോവുകയാണ്. അവളുടെ ജീവിതത്തിൽ എന്നും ഈശോ കൂട്ടായിരിക്കട്ടെ. അനുസ്മരിച്ചുകൊണ്ടുള്ള ദീപം തെളിയിക്കൽ കാരണമാണ്. മുൻപോട്ടുള്ള ജീവിതം പ്രകാശപൂരിതമായിക്കൊണ്ട് ഈ പ്രകാശം നിങ്ങൾക്ക് വഴികാട്ടി ഊർജവുമായി കിട്ടിയെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്നേഹത്തിന്റെയും പിന്തുണയുടെയും അടയാളമായി ആയിട്ടാണ് ഇന്ന് എല്ലാവർക്കും ഇവര് പരസ്പരം കേക്ക് കൊടുക്കുന്നത്. ഇതൊരു നന്ദി പറയിച്ചു കൂടിയിട്ടാണ്. എല്ലാവരോടും അവളെ ഇതുവരെ വഴി നടത്തിയ ഈശോയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത അമ്മമാരും അമ്മാമ്മമാരും പപ്പേനെയും എല്ലാം ഈ നിമിഷം ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ്.